ടൊവിനോയ്ക്ക് 2 സെഗ്മെന്റ്സ് ആണ് കൊടുത്തിരുന്നത്. ഒന്ന് ടൊവിനോയുടെ ഒരു പിന്നെന്താ ഫുൾ ടൈം പിമ്പായിട്ടും അല്ലെങ്കിൽ കള്ളനായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ ഒരു സ്റ്റേജും, പിന്നെ അയാള് ഒരു എന്താ പറയുക ലൈഫ് ഫെയിലായി ഇനി ഒന്നുമില്ല ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആളെത്തി എന്നുള്ള ഒരു സ്റ്റേജും. സോ ആ ഒരു ഇതിലേക്ക് വരുമ്പം രണ്ടാമത്തേതാണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയേക്കണ കോസ്റ്റ്യൂംസ്. അത് കുറച്ച് റെഫറൻസ് ശാന്താറാം അങ്ങനെയൊക്കെയുള്ള ടൊവിയുടെ ശരിക്കും ലുങ്കിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുങ്കി ശരിക്കും ഈ നമ്മുടെ കോസ്റ്റൽ ഏരിയയിലേക്ക് വരുമ്പോൾ മാലിദ്വീപ്സിന്റെ ഒരുപാട് പിന്നെന്താ ഇൻഫ്ലുവൻസ് ഉണ്ട് നമുക്ക് പണ്ട് തൊട്ടേയുള്ള ഇന്തോനേഷ്യയിൽ നിന്നും മാലിദ്വീപ്സിൽ നിന്നൊക്കെ വരുന്ന ഫ്ലോറൽ ലുങ്കികൾ, ഫോറിൻ ലുങ്കികൾ ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ സ്ഥലത്തുള്ള ആൾക്കാരും അങ്ങനത്തെ ലുങ്കീസൊക്കെ തന്നെ അങ്ങനത്തെ ചെക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും കോട്ടൺസ് യൂസ് ചെയ്യില്ല, കാരണം അവരെപ്പോഴും ഉപ്പുള്ള വെള്ളവും ഉപ്പുള്ള കാറ്റും ഒക്കെ ആയിട്ടാണ് അവരുടെ ഫുൾ സഹവാസം. അപ്പം അങ്ങനത്തെ ഇപ്പോൾ പെട്ടെന്ന് കീറിപ്പോവാത്ത അല്ലെ പൊടിഞ്ഞു പോവാത്ത പോളിസ്റ്റർ ലുങ്കികളാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഫാബ്രിക്കിൽ ആ ലുങ്കികൾ യൂസ് ചെയ്തേക്കുന്നത്. അല്ല, ബ്ലൂ ഒരു ജേഴ്സി യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കടലിൽ പോണ എല്ലാ ആൾക്കാരും ഇതേ സെയിം റീസൺ തന്നെയാണ്, നോർമൽ കോട്ടൺസ് യൂസ് ചെയ്യാറില്ല. കാരണം കൂടുതലും കടലിൽ ഉപ്പുവെള്ളവും ഉപ്പ് കാറ്റും പിന്നെ ഫുൾ ടൈം വർക്കിംഗ് ആൾക്കാരാണ്, അതായത് മാനുവലി പണിയെടുക്കണ ആൾക്കാരാണ്. അപ്പോൾ വിയർപ്പും അതാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ.